ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും 24 സംഘടിപ്പിക്കുന്ന ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന തിരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇന്ന് കോഴിക്കോടാണ് നടക്കാൻ പോകുന്നത്. ബീച്ച് ഫ്രീഡം സ്ക്വയർ പരിസരത്ത് വൈകിട്ട് 4 മുതൽ 5 മണി വരെയായിരിക്കും പരിപാടി. തത്സമയ സംവാദ പരിപാടിയാണ്. അതിൽ പ്രേക്ഷകർക്കറിയാം, പൊതുജനങ്ങൾക്കും പങ്കാളികളാകാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പറയാൻ, നിങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ പറയാനുള്ള അവസരം അതിലുണ്ടാകും. കോഴിക്കോട് ബീച്ച് പരിസരത്ത് നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുകയാണ്. ഹാഷ്മി, വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലം. ഹാഷ്മി താജ് ഇബ്രാഹിം അതിൻ്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹാഷ്മിയിലേക്ക്. രജിത്ത്, അപ്പോൾ ഇന്നേക്ക് കൃത്യം 26-ാം നാൾ രാജ്യം പോളിംഗ് ബൂത്തിലേക്കാണ്, കേരളം പോളിംഗ് ബൂത്തിലേക്കാണ്. സ്വാഭാവികമായും നമ്മൾക്ക് തിളയ്ക്കുന്ന രാഷ്ട്രീയ താപനില വളരെ തൊട്ടറിയാൻ കഴിയുന്ന മണ്ഡലങ്ങളോട് നമ്മൾ ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന മണ്ഡലം പര്യടനം തുടരുകയാണ്. ഇപ്പോൾ കാസർഗോഡ് മുതൽ കണ്ണൂർ മുതൽ വയനാടും വടകരയും ഒക്കെ നമ്മളത് നേരിട്ട് കണ്ടതാണ്. വയനാട് വടകര പൂർത്തിയാക്കി നമ്മളിന്ന് കോഴിക്കോടാണ് റീത്തുള്ളത്. കോഴിക്കോട് നമുക്കറിയാം, പൗരത്വ ഭേദഗതി അടക്കം ഉള്ള വിഷയങ്ങൾ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങൾ ഒന്ന് തന്നെയാണ് കോഴിക്കോട്. അത് ഏറ്റവും ഒടുവിൽ വരുന്ന ഇലക്ട്രൽ ബോണ്ട് വിഷയം അടക്കം, അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് അടക്കം, ഏറ്റവും ഒടുവിൽ നടന്നത് ഇന്ത്യ മുന്നണിയുടെ മഹാറാലി അടക്കം ഡേ ബൈ ഡേ നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വികാസങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ നമ്മൾ ഇന്ന് വൈകിട്ട് 4 മുതൽ 5 വരെയാണ് നമ്മൾ ഇവിടെ രാഷ്ട്രീയം പറയാമെന്നുള്ള ചർച്ച. ഏറ്റവും സജീവമായ സക്രിയമായ ഒരു ചർച്ച വടകരയിലൊക്കെ കണ്ടതുപോലെ കോഴിക്കോട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റീജിയത്ത് നമ്മൾ ഇവിടെ LDF-നെ പ്രതിനിധീകരിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ M ഗിരീഷ് പങ്കെടുക്കുന്നു. UDF-നെ പ്രതിനിധീകരിച്ച് KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KM അഭിജിത്ത് പങ്കെടുക്കുന്നു. NDA പ്രതിനിധിയായി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവനാണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് കഴിഞ്ഞ 3 ഊഴം പിന്നിട്ട് 4-ാം ഊഴത്തിലേക്ക് MK രാഘവൻ MP അദ്ദേഹത്തിന്റെ ജനവിധി തേടുമ്പോൾ എളമരം കരീമിനെ ഇറക്കിയ ആ രാഘവീയം അല്ലെങ്കിൽ അശ്വമേധം തടയാൻ CPM-ന്റെ നിതാന്ത പരിശ്രമം, BJP കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി MD രമേശിനെ ഇറക്കിക്കൊണ്ട് BJP-യുടെ പ്രതിരോധം, എത്ര വോട്ട് BJP പിടിക്കും, അതാരുടെ ജയസാധ്യതയെ ബാധിക്കും, UDF-ന്റെ കോട്ട അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് വരുമ്പോൾ UDF-ന്റെ കോട്ട എന്ന ഖ്യാതി നിലനിർത്താൻ കഴിയുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് വൈകിട്ട് 4 മുതൽ 5 വരെ ഇവിടെ പങ്കെടുക്കുന്ന ആൾക്കാർ ഉയർത്തും. റീത്ത് നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, രാഷ്ട്രീയമില്ലാത്തവർ, നിഷ്പക്ഷർ, കോഴിക്കോട്ടുകാർ, വോട്ടർമാർ എല്ലാവരെയും ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു. കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം പാർക്കിന്റെ പിന്നിലായിട്ട് ആണ് നമ്മുടെ വെന്യൂ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാരെയും ഒരിക്കൽ കൂടി ഇന്ന് വൈകിട്ട് 4 മുതൽ 5 വരെ കോഴിക്കോട് കടപ്പുറത്തേക്ക് ക്ഷണിക്കുകയാണ്. റീത്ത്. ശരി, MK രാഘവൻ, MT രമേശ്, എളമരം കരീം, ശക്തമായ വാശിയേറിയ പോരാട്ടം മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നു. ആ പശ്ചാത്തലത്തിൽ 24 സംഘടിപ്പിക്കുന്ന ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയർ പരിസരത്താണ്. എല്ലാവരും അവിടേക്ക് എത്തുക, ആ സംവാദ പരിപാടിയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങൾ നൽകുകയായിരുന്നു.